പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ക്രിസ്തുയേശുവിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ, ഒരിക്കൽ കൂടെ നമ്മുടെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ചേർന്ന് വന്ന് അവിടുന്ന് നമ്മളോട് സംവദിക്കുന്ന മധുരവചനങ്ങളെ നമ്മുടെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങി ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നമുക്ക് നല്ല സന്ദർഭമൊരുക്കി തന്ന നല്ലവനായ പൊന്നു തമ്പുരാനെ നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മൾ ഈ നാളുകളിൽ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന മധുരമനോഹരമായ ഒരു വിഷയം നിങ്ങളുടെ ഓർമ്മയിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ലല്ലോ. യേശു വിളിക്കുന്നു. യേശു വിളിക്കുന്നു എന്ന സന്ദേശത്തിൽ നാം കേട്ടുകൊണ്ടിരുന്ന സന്ദേശങ്ങളൊന്നും നിങ്ങളുടെ ഓർമ്മയിൽ നിന്നും മാഞ്ഞു പോയിട്ടില്ല, നിങ്ങളവ മറന്നുപോയിട്ടില്ല എന്ന് ഉള്ളിൽ ഉറപ്പിക്കട്ടെ. ഇന്ന് മറ്റൊരു ചിന്ത കൂടെ അതോട് ചേർത്ത് വയ്ക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, യേശു വിളിക്കുന്നു. എന്തിനാണ് വിളിക്കുന്നത്? ശുദ്ധമുള്ള മത്തായി എഴുതിയ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ രക്ഷാസുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ തിരുവചനത്തിൽ ഒരു വിളിയെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്. അനന്തരം യേശു തമ്പുരാൻ തൻ്റെ 12 ശിഷ്യന്മാരെയും അടുക്കൽ വിളിച്ചു. അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും സകലവിധ ദീനവും വ്യാധിയും പൊറുപ്പിപ്പാനും അവർക്ക് അധികാരം കൊടുത്തു. യേശു ശിഷ്യരാക്കുവാനാണ് ഇന്ന് വിളിക്കുന്നത്. അന്ന് തൻ്റെ ശിഷ്യന്മാരെ വിളിച്ച പൊന്നു തമ്പുരാൻ ഇന്നും അതേ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനു വിളിക്കുന്നു എന്ന് ദൈവമക്കൾ തിരിച്ചറിയാതെ പോകരുത്. അന്ന് യോഹന്നാൻ്റെ കൈക്കീഴിൽ മാമോദീസ സ്വീകരിച്ച് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് 40 രാവും 40 പകലും മരുഭൂമിയുടെ പ്രാന്തപ്രദേശങ്ങളിൽ ഉപവാസത്തോടെ പിതൃസന്നിധിയിൽ ദൈവത്തോട് ചേർന്നിരുന്ന് ശക്തി പ്രാപിച്ചിട്ട് പരീക്ഷകൻ്റെ പരീക്ഷകളെയെല്ലാം മറികടന്ന് ജയാളിയായ പൊന്നു തമ്പുരാൻ പിന്നെ തിബരിയോസിൻ്റെ തീരത്ത് പ്രത്യക്ഷപ്പെടുന്ന രംഗം നാം യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷം 1-ാം അധ്യായത്തിൽ വായിക്കുന്നത് മറക്കണ്ട. കർത്താവ് നടന്നു പോകുമ്പോൾ ശിമോൻ പത്രോസും അവൻ്റെ സഹോദരനായ അന്ത്രയോസും കൂടെ പടകിലിരിക്കുന്നതാണ് കർത്താവ് കാണുന്നത്. മത്സ്യബന്ധനത്തിലേർപ്പെട്ട് ഉപജീവനം കഴിച്ചിരുന്ന തിബരിയോസിൻ്റെ തീരത്ത് താമസിച്ചിരുന്ന ഈ 2 സഹോദരന്മാരെ കർത്താവ് സൂക്ഷിച്ചു നോക്കി. അവരെ നോക്കിയ മാത്രയിൽ അവരും തലപൊക്കി യേശുവിനെ നോക്കി. സാധാരണ ഒരാൾ എന്നെയും നിങ്ങളെയും നോക്കുമ്പോൾ, നമ്മൾ അയാളെ തിരികെ നോക്കുമ്പോൾ, കണ്ണുകൾ തമ്മിൽ കാഴ്ചകൾ കൈമാറുമ്പോൾ ഈ നോക്കുന്നയാളുടെ കണ്ണിൽ നിന്ന് അതുവരെ പ്രതീക്ഷിക്കാത്തൊരു പ്രകാശമോ ഒരു പ്രതീക്ഷയുടെ വെളിച്ചമോ ഒക്കെ ഈ നമ്മുടെ കണ്ണിലേക്ക് വന്നാൽ, അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് മറ്റൊരാളുടെ കണ്ണിലേക്ക് ചെന്നാൽ തീർച്ചയായിട്ടും ആ കാഴ്ച കാണുവാനിടയായവരുടെ മനസ്സ് താൻ കണ്ടയാളുടെ മനസ്സിലേക്ക് കേന്ദ്രീകരിക്കപ്പെടും. അത്യുന്നതനായ ദൈവത്തിൻ്റെ സ്നേഹപൂർണമായ നോട്ടം, യേശു മിശിഹായുടെ കരുണ നിറഞ്ഞ നോട്ടം, പ്രതീക്ഷാനിർഭരമായ നോട്ടം ഈ മീൻപിടുത്തക്കാരായ 2 സഹോദരങ്ങളുടെ അന്തരാത്മാവിൽ വലിയൊരു പ്രകാശമായി പടർന്നു പന്തലിച്ചു. മധുരമായ ശബ്ദത്തിൽ യേശു മിശിഹ പറഞ്ഞു, വരിക, എന്നെ അനുഗമിക്കുക. പിന്നെ ഒന്നും ചിന്തിക്കാനോ ഏതെങ്കിലും ഓപ്ഷനെക്കുറിച്ച് ഓർത്തെടുക്കാനോ ഒരു വീണ്ടു വിചാരത്തിനോ ഒന്നും അവർക്ക് സാധിച്ചില്ല. ഏതോ മാസ്മര വലയത്തിൽപ്പെട്ടിട്ടെന്നതുപോലെ വിളിച്ചവനൊട്ടും നിസാരനല്ലെന്ന് ഉള്ളത്തിൽ ബോധ്യപ്പെട്ടതുകൊണ്ട് ആ പ്രകാശം പരത്തുന്ന കണ്ണുകളുള്ളവൻ്റെ കണ്ണിലേക്ക് നോക്കിയിട്ട് കണ്ണ് പിൻവലിക്കാനാകാതെ ഇരുന്നിടം വിട്ടവർ എഴുന്നേറ്റു. അവരവരുടെ വള്ളം ഉപേക്ഷിച്ചു, വല ഉപേക്ഷിച്ചു, അവരുടെ വരുമാന മാർഗം ഉപേക്ഷിച്ചു. അവർ യേശുവിൻ്റെ പിന്നാലെ പോവുകയാണ്. അവരോടുകൂടെ അതേ തീരത്തുകൂടെ വഴി നടന്നു പോകുമ്പോഴാണ് പിറ്റന്നാളിൽ മത്സ്യബന്ധനം കഴിഞ്ഞ് വലയുടെ കേടുപോക്കിക്കൊണ്ടിരിക്കുന്ന, വല നന്നാക്കിക്കൊണ്ടിരിക്കുന്ന മറ്റു 2 സഹോദരങ്ങളെ കണ്ടത്. അത് യാക്കോബും യോഹന്നാനുമായിരുന്നു. സെബദിയുടെ മക്കളായിരുന്നു. അപ്പനും അവരോടുകൂടെ പടകിലുണ്ടായിരുന്നു എന്ന് വേണം നനയ്ക്കുവാൻ. അവരുടെ കണ്ണുകളിലേക്കും കർത്താവ് സൂക്ഷിച്ചു നോക്കി. അവരും കർത്താവിൻ്റെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കിയപ്പോൾ അവരും ആ മാസ്മര വലയത്തിൽ അകപ്പെട്ടു. അവരോടും കർത്താവ് പറഞ്ഞു, വരിക,
എന്നെ അനുഗമിക്കുക. മറ്റൊന്നും ചിന്തിക്കാനോ പറയാനോ ചോദിക്കാനോ അവരും ശ്രമിച്ചില്ല. അതിനവർക്ക് സാധിക്കുമായിരുന്നില്ല. അവരെഴുന്നേറ്റ് വള്ളവും വലയും അപ്പനെയും വിട്ട് യേശുവിൻ്റെ പിന്നാലെ പോയി. ചുങ്കസ്ഥലത്തിരുന്ന ലേവി ലാഭേച്ഛ മാത്രം ഉള്ളിലിട്ടുകൊണ്ട് ചുങ്കം പിരിച്ചു കൊണ്ടിരുന്ന ചുങ്കക്കാരൻ കർത്താവിൻ്റെ കണ്ണവൻ്റെ കണ്ണിലേക്ക് ഉടക്കിയപ്പോൾ നീ എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞ മാത്രയിൽ തൻ്റെ ആർത്തി മറന്ന്, തൻ്റെ പണപ്പെട്ടി മറന്ന്, താൻ ആരായിരിക്കുന്നു എന്ന സാധ്യത പോലും മറന്നവൻ എഴുന്നേറ്റ് യേശുവിൻ്റെ പിന്നാലെ പോകുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ എത്രയെത്ര വിളികൾ! ഈ വിളിക്കപ്പെട്ടവരെയൊക്കെ കർത്താവ് വിളിച്ചത് എന്തിനാണ് എന്നുള്ളതാണ് നാം ഇന്ന് വിചിന്തനം ചെയ്യേണ്ടത്. കർത്താവ് അവരെ വിളിച്ചത് എന്തിനാണെന്ന് ഈ 10-ാം അധ്യായത്തിൽ പ്രത്യേകം രേഖപ്പെടുത്തുന്നുണ്ട്. അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാൻ അവർക്ക് അവൻ അധികാരം കൊടുത്തു. സകലവിധ ദീനവും വ്യാധിയും പൊറുപ്പിപ്പാനും അവർക്ക് അധികാരം കൊടുത്തു. തൽക്കാലം അന്ന് അത്രയും അധികാരമേ കൊടുത്തുള്ളൂ എന്നുള്ളത് കൊണ്ട് അത്രയും അധികാരമേ കൊടുത്തുള്ളൂ എന്നാരും തെറ്റിദ്ധരിക്കരുത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ലോകത്തൊരുപാട് പേരെ അശുദ്ധാത്മാക്കൾ ബാധിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അശുദ്ധാത്മബാധ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് അബ്നോർമലായി പെരുമാറുന്ന ആളുകൾക്ക് അശുദ്ധാത്മബാധയുണ്ട് എന്നാണ്. എന്നാൽ ആളുകൾ അബ്നോർമലായി പെരുമാറുന്നിടത്തല്ല അശുദ്ധാത്മബാധയുണ്ടോ എന്ന് തിരിച്ചറിയേണ്ടത്. വിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ കഴിയാതെ വണ്ണം അശുദ്ധാത്മാവ് ഒരാളുടെ മേൽ അധികാരം നടത്തി വിശുദ്ധിക്ക് ഭംഗം വരുന്ന വണ്ണം അശുദ്ധിയിൽ ഒരാളെ ബന്ധിച്ചിടുന്നുവെങ്കിൽ അയാൾ അശുദ്ധാത്മാവ് ബാധിച്ചയാളാണ്. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി വിളിച്ച് സങ്കടം പറഞ്ഞത്, എൻ്റെ ഭർത്താവ് കൊടിയ മദ്യപാനിയാണ്, മദ്യപിച്ചിട്ടില്ലെങ്കിൽ പരമസാധുവാണ്, മദ്യപിച്ചിട്ടില്ലെങ്കിൽ ആ മനുഷ്യൻ ഒരക്ഷരം ആരോടും പറയില്ല, ആരോടും വഴക്കുണ്ടാക്കില്ല, ആർക്കു വേണമെങ്കിലും എന്ത് ഉപകാരവും ചെയ്തു കൊടുക്കും, വീട്ടിലാണെങ്കിലും താൻ ചെയ്തു പോയ തെറ്റിനെക്കുറിച്ചുള്ള പശ്ചാത്താപത്തോടെ തന്നോടും മക്കളോടും ദയയോടും അലിവോടും പെരുമാറും. പക്ഷെ മദ്യപിച്ചു പോയാൽ പിന്നെ അയാളുടെ പെരുമാറ്റം സഹിക്കാൻ വയ്യ. ആ മനുഷ്യൻ ഭാര്യയെ തല്ലും, പ്രായപൂർത്തിയായ 2 പെൺമക്കളുണ്ട്, അവരെ തല്ലും. ഒരു ദിവസം അയാൾ മദ്യപാനത്തിൻ്റെ ലഹരിയിൽ തൻ്റെ മക്കളുടെ ഉടുവസ്ത്രം മുഴുവനും, അവർ ധരിച്ചിരുന്ന വീട്ടിലിടുന്ന വസ്ത്രമൊഴികെ ബാക്കി മുഴുവനും മുറ്റത്ത് കൂട്ടിയിട്ട് മണ്ണെണ്ണയൊഴിച്ച് കത്തിച്ച് കളഞ്ഞു. പിറ്റേന്ന് കോളേജിലും സ്കൂളിലും പോകേണ്ട കുഞ്ഞുങ്ങൾക്ക് ധരിപ്പാൻ വസ്ത്രമില്ലാതെ വന്നപ്പോൾ അയലത്തുകാരുടെ സഹായത്തോടെ കടയിൽ നിന്ന് പാകമൊന്നും നോക്കാതെ വാങ്ങിക്കൊണ്ടുവന്ന വസ്ത്രം ധരിച്ചുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയത്, കോളേജിൽ പോയത്. പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യനൊരു അശുദ്ധാത്മബാധയിലാണ്. ഏതെങ്കിലും ഭൂതപ്രേത പിശാചുക്കൾ അയാളെ ബാധിച്ചു എന്നല്ല ഇവിടെ മനസ്സിലാക്കേണ്ടത്. അയാളുടെ ജീവിതത്തിൽ മദ്യപിശാച് അയാളെ പിടികൂടിയിരിക്കുന്നു എന്നാണ്, ലഹരി പിശാച് അയാളെ പിടികൂടിയിരിക്കുന്നുവെന്നാണ്. ഈ സന്ദേശം റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ തലേന്നാളിൽ ഒരു മകൻ സ്വന്തം അപ്പനെയും അമ്മയെയും അതിക്രൂരമായി, അതിമൃഗീയമായി, തികച്ചും പൈശാചികമായി ശരീരം മുഴുവനും കുത്തിക്കീറി വെട്ടിക്കീറി കൊന്നു. അവൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന വാർത്തയാണിന്ന് പ്രഭാതത്തിൽ കണ്ടത്. പ്രിയപ്പെട്ടവരെ, സംഭവിക്കുന്നത് എന്തായിരിക്കാം? മാരകമായ ചില മയക്കുമരുന്നിൻ്റെ അടിമയിൽപ്പെട്ട് താൻ ആരെന്ന് സ്വയം മറന്നുപോകുന്നു ഇന്നത്തെ യുവത. എല്ലാവരെക്കുറിച്ചുമല്ല, എന്നാൽ നല്ലൊരു ശതമാനം ആൺകുട്ടികളും പെൺകുട്ടികളും ഇങ്ങനെ ഒരു മാസ്മര ലോകത്ത് പെട്ടുപോകുകയാണ്. ആദ്യം ഒരു ഡോസ് അവരെടുക്കേണ്ടി വരുന്നത് ഒരുപക്ഷെ അവരെ തന്നെ ഭരിക്കുന്ന അഭിമാന സംരക്ഷണത്തിന് വേണ്ടിയായിരിക്കും. സുഹൃത്തുക്കൾ അവരുടെ ചുറ്റും നിന്നവരെ പരിഹസിക്കും. അവരോട് ചോദിക്കും, നീ ഇപ്പോഴും കോളേജിൽ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ +2 പഠിക്കാൻ വന്നിരിക്കുന്നത്, നീ ഇത്രയും വലുതായിട്ട് കുപ്പിപ്പാലുമായിട്ടാണോ നടക്കുന്നത്? നിനക്ക് ലജ്ജയില്ലേ? നീ ഒരു അമൂൽ ബോയി ആയിട്ട് ജീവിക്കണമോ? അങ്ങനെയാണോ പെൺകുട്ടി നീ ജീവിക്കേണ്ടത്? നീ നിൻ്റെ പൗരുഷം തെളിയിക്കുക, അല്ലെങ്കിൽ നിൻ്റെ പെണ്ണത്വം തെളിയിക്കുക എന്നൊക്കെ വെല്ലുവിളിക്കപ്പെടുമ്പോൾ അവരുടെ മുൻപിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി, അവരെ താൻ പെണ്ണാണെന്നോ ആണാണെന്നോ ബോധ്യപ്പെടുത്താൻ വേണ്ടി, താൻ അത്ര ഒന്നുമല്ലെന്നവരെ തെര്യപ്പെടുത്താൻ വേണ്ടി ഒരു വാശിക്ക് ആദ്യത്തെ ഡോസ് ഉപയോഗിക്കുമ്പോൾ ആ കുഞ്ഞിനറിയില്ല താനൊരു വലിയ കെണിയിൽ വീഴുകയാണ് എന്ന്, വലിയ കുടുക്കിൽപ്പെടുകയാണെന്ന്. പ്രിയപ്പെട്ടവരെ, അന്നൊരു പക്ഷേ അത് ഉപയോഗിച്ച് അവരുടെ മുമ്പിൽ നെഞ്ചു വിരിച്ച് ഞെളിഞ്ഞു നിന്ന കുട്ടിയുടെ
ശരീരത്തിൽ കലർന്ന രാസപദാർത്ഥങ്ങൾ, അവരുടെ ശരീരത്തിലുണ്ടാക്കുന്ന രാസമാറ്റങ്ങൾ, അവരുടെ മസ്തിഷ്കത്തിലുണ്ടാക്കിയ പ്രക്ഷാളനങ്ങൾ, അതുമൂലം അവർക്ക് വന്നതായ ഓർമ്മശക്തിക്ക് വരുന്നതായ ക്ഷതങ്ങളൊന്നും അവരറിയുന്നില്ല. ചില മയക്കുമരുന്നുകൾ ഒറ്റ ഡോസ് ഉപയോഗിച്ചാൽ പിന്നെ ആയുസ്സിൽ അതിനോടുള്ള ആസക്തി ഒരിക്കലും അടങ്ങുന്നില്ല. അത് അവർക്കുണ്ടാക്കി തീർത്ത അഡിക്ഷനിൽ നിന്ന് അവർക്ക് പുറത്തു കടക്കാൻ കഴിയുന്നില്ല. എന്നാൽ മറ്റ് ചില മയക്കുമരുന്നുകൾ 2-3 ഡോസ് എടുത്താൽ ഇതേ അവസ്ഥയിലേക്ക് അവർ എത്തിപ്പെടുകയാണ്. പിന്നെ അത് കിട്ടാതെ ജീവിക്കാൻ വയ്യാത്തൊരവസ്ഥയിലേക്ക് ആ കുഞ്ഞുങ്ങൾ അധപ്പതിക്കുകയാണ്. അപ്പോൾ അവർ വീട്ടിൽ നിന്ന് പണം മോഷ്ടിക്കാൻ തുടങ്ങും. പല കാരണങ്ങൾ പറഞ്ഞ് മാതാപിതാക്കളോട് പണം വാങ്ങാൻ തുടങ്ങും. കുഞ്ഞിങ്ങനെ കിട്ടുന്ന പണമൊക്കെ എങ്ങനെ ചെലവഴിക്കുന്നുവെന്നറിയാതെ ആശങ്കപ്പെടുമ്പോൾ അവർ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. ആ നിയന്ത്രണങ്ങൾ താങ്ങാനാകാതെ വരുമ്പോൾ അവർ വീട്ടിൽ നിന്ന് വീണ്ടും വീണ്ടും മോഷ്ടിക്കുകയോ അത് കണ്ടുപിടിക്കപ്പെടുമ്പോൾ അക്രമികളാവുകയോ സ്വന്തം അപ്പനെന്നോ അമ്മയെന്നോ മറന്ന് അവരെ അറ്റാക്ക് ചെയ്യുകയോ ചിലപ്പോൾ കൊല ചെയ്യുകയോ വരെ ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ടാകുന്നു. എന്നാൽ പെൺകുഞ്ഞുങ്ങളിൽ പലരും ഇപ്രകാരമുള്ള അക്രമവാസന അവർക്ക് സ്വാഭാവികമായും ബലം പകർന്ന് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് പല പെൺകുട്ടികളും ഇങ്ങനെ മയക്കുമരുന്ന് ലഭ്യമാകാതെ വരുമ്പോൾ അത് കൊടുക്കുന്ന ആളുകൾ പറയുന്ന ഏത് ഹീനപ്രവർത്തിക്കും തങ്ങളെ സമർപ്പിച്ചു കൊടുക്കുന്നു. അങ്ങനെ പല പെൺകുട്ടികളും മയക്കുമരുന്നിൻ്റെ ഉപയോഗത്തിന് അവസരം കിട്ടാൻ വേണ്ടി ലൈംഗികമായി അടിമകളായി മാറുന്ന ഒരവസ്ഥയുമുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, പിന്നെ അവർ ഈ മയക്കുമരുന്നിൻ്റെ അടിമത്വത്തിൽ ആഴപ്പെട്ടു പോയി മനസ്സിൻ്റെ താളം തെറ്റി അബ്നോർമലായി പെരുമാറി തുടങ്ങുമ്പോഴാണ് പലരും അത് തിരിച്ചറിയുന്നത്. അവരെ ചികിത്സയ്ക്ക് വിധേയപ്പെടുത്തിയാൽ പോലും തിരിച്ചു കിട്ടാനുള്ള സാധ്യത വിരളമാണ്, വിദൂരമാണെന്ന് തിരിച്ചറിയണം. ഇവിടെ കാണുന്നത് ഒരശുദ്ധാത്മബാധയാണ്. ഇന്നത്തെ കൗമാര യൗവനങ്ങളെക്കുറിച്ച് വലിയ ആശങ്കയുണ്ടാകുന്നു പ്രിയപ്പെട്ടവരെ. മാത്രമല്ല, ഇന്ന് മധ്യവയസ്കരായ ആളുകളും IT ഫീൽഡിലും മറ്റ് മെഡിക്കൽ ഫീൽഡിലുമൊക്കെ ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകളുമൊക്കെ ഈ വക മയക്കുമരുന്നിൻ്റെ അടിമകളാണ്. എല്ലാവരെക്കുറിച്ചും പറഞ്ഞു എന്നൊന്നും തെറ്റിദ്ധരിക്കരുത്. ഞങ്ങളെ മൊത്തമായി അടച്ചാക്ഷേപിച്ചു എന്ന് ആരും പറയരുത്. അങ്ങനെ ചിന്തിക്കുന്നത് പോലും ആവശ്യമില്ലാത്തതാണ്. എന്നാൽ നല്ലൊരു ശതമാനം ആളുകളും ഇന്ന് ഈ വക സംഗതികൾക്ക് അടിമകളാണ്. തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതും മദ്യം ഉപയോഗിക്കുന്നതും ഇന്നൊരു കുറ്റമേ അല്ലെന്ന നിലയിലേക്ക് നമ്മുടെ തലമുറകൾ തരം താണു പോകുന്നുണ്ട്. കാലങ്ങൾക്കനുസരിച്ച് പുരോഗതികൾ ഉണ്ടാകുന്നത് നല്ലതാണ്, പക്ഷേ അത് അധപ്പതനങ്ങളാകരുത്. ഇതൊക്കെ ഒരുതരം അശുദ്ധാത്മബാധകളാണ്. കർത്തൃശിഷ്യരായി വിളിക്കപ്പെടുന്നവർ തിരിച്ചറിയേണ്ട ഒരു പാഠമുണ്ട്. ഒരു കൂട്ടം ചെറുപ്പക്കാർ അവരുടെ സഹപാഠികളിലേക്ക് മയക്കുമരുന്നോ മദ്യമോ പകർന്നു കൊടുത്ത് അവരെ അശുദ്ധാത്മാബാധിതരാക്കി മാറ്റുമ്പോൾ കർത്താവിനെ അറിഞ്ഞ, കർത്താവിനാൽ വിളിക്കപ്പെട്ട, കർത്താവിൻ്റെ സ്നേഹം ഉള്ളിലുള്ള, കർത്താവിന് ജീവിതം സമർപ്പിച്ച കർത്തൃശിഷ്യരായ കുഞ്ഞുങ്ങൾ ഇങ്ങനെയുള്ള ട്രാപ്പിൽപ്പെടാതെ തങ്ങളുടെ സഹപാഠികളെ പൊതിഞ്ഞു പിടിക്കാനും അവരങ്ങനെയുള്ള ഏതെങ്കിലും അബദ്ധത്തിൽ പെട്ടുപോയെങ്കിൽ ഇനി ഒരിക്കൽ കൂടെ പെട്ടുപോകാതെ അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാനും അവരെ അശുദ്ധാത്മാക്കളിൽ നിന്ന് സംരക്ഷിക്കുവാനും കടപ്പെട്ടവരാണ്. ഇന്ന് പലരുടെയും ഒരു ധാരണ എന്താണ്? കുപ്പായമിട്ട അച്ഛന്മാരോ അല്ലെങ്കിൽ പ്രത്യേകം ബൈബിൾ കയ്യിലെടുത്ത ഒരു വിഭാഗം സുവിശേഷകന്മാരോ ഒക്കെ മാത്രം ചെയ്യേണ്ട ജോലിയാണ് കർത്തൃശിഷ്യത്വം എന്നുള്ളതാണ്. അല്ല, കർത്തൃശിഷ്യത്വത്തിൻ്റെ ശുശ്രൂഷ വിളിക്കപ്പെട്ടവരും മാമോദീസ സ്വീകരിച്ചവരുമായ സകല ദൈവമക്കളുടെയും ചുമതലയാണ്. അശുദ്ധാത്മാക്കളെ പുറത്താക്കുക എന്ന് പറയുമ്പോൾ ഈ വക പാപചിന്തകൾ അവരിൽ നിന്ന് പുറത്താക്കുക എന്ന് തന്നെ ഈ കാലഘട്ടത്തിൽ മനസ്സിലാക്കുക. പ്രിയപ്പെട്ടവരെ, അമാനുഷികമായി ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്ന ഏതോ ദുഷ്ടശക്തികളെ നേരിടുന്നു എന്നത് ഒരു പരിധിവരെ ഉള്ളതാണ്. എന്നാൽ അതിൽ മാത്രം മനസ്സുറപ്പിച്ച് അവിടെയാണ് അശുദ്ധാത്മാവിൻ്റെ വ്യാപാരമെന്ന് കാണാതെ ഇങ്ങനെയുള്ള സാധ്യതകളിലും അശുദ്ധാത്മ വ്യാപാരമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ വിടുവിക്കുവാൻ ഉത്തരവാദിത്വമുണ്ട് നമുക്ക്. വീണ്ടും പറയുന്നത്, സകലവിധ ദീനവും വ്യാധിയും പൊറുപ്പിപ്പാനും അവർക്ക് അധികാരം കൊടുത്തു എന്നാണ്. ഇന്ന് അനേകം പേർ രോഗികളാണ് പ്രിയപ്പെട്ടവരെ. രോഗം ശരീരത്തെ ബാധിക്കുന്നു, രോഗം മനസ്സിനെ ബാധിക്കുന്നു, രോഗം ആത്മാവിനെയും ബാധിക്കുന്നു. ആത്മാവിനെയും മനസ്സിനെയും ബാധിക്കുന്ന രോഗമാണ് വിവിധങ്ങളായ രൂപങ്ങളിൽ ശരീരത്തിൽ പ്രത്യക്ഷപ്പെടുന്നതെന്ന് വ്യാഖ്യാനിച്ചു വെച്ചാൽ അതിൽ ഒരുപാട് തെറ്റൊന്നുമില്ല പ്രിയപ്പെട്ടവരെ. തെറ്റ് കണ്ടെത്താൻ ചിലരെങ്കിലും ശ്രമിച്ചേക്കാം, എന്നാൽ അതിൽ തെറ്റില്ലെന്ന് തന്നെയാണ് എനിക്ക് പറയാൻ കഴിയുന്നത്.
എന്തുകൊണ്ടെന്നാൽ ഒരാളുടെ മനസ്സും ഒരാളുടെ ആത്മാവും രോഗാതുരമായാൽ പിന്നെ ശരീരം രോഗാതുരമാകാൻ ഏറെ സമയം വേണ്ട. മനസ്സിനെ ബാധിച്ച വിഷയങ്ങളായിരിക്കില്ല ശരീരത്തിൽ രോഗമായി പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ മനസ്സിൻ്റെ സൗഖ്യം ഇവിടെ വളരെ പ്രധാനപ്പെട്ടതാണ്. ആത്മാവിനെ ബാധിച്ച രോഗമാണ് പലപ്പോഴും മാരക രോഗങ്ങളായി പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ സൗഖ്യം ആവശ്യമായിരിക്കുന്നത് ആത്മാവിലാണ്. ഇന്ന് ലോകത്ത് ജീവിക്കുന്ന ആളുകളിൽ സംതൃപ്തിയും സുഖവും പരമാനന്ദവുമൊക്കെ അനുഭവിക്കുന്ന ആളുകൾ തുലവും വിരളമാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് രോഗങ്ങൾ വളരെ കുറവാണ്. അത് മനഃശാസ്ത്രജ്ഞന്മാർ ശരിക്കും വിലയിരുത്തി പഠിച്ചിട്ടുണ്ട്. അവർ പലപ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതിയിട്ടുമുണ്ട്. മനസ്സിൽ ആനന്ദവും സന്തോഷവും സുഖവുമൊക്കെ അനുഭവിക്കുന്ന ആളുകൾ, അനുഭവിക്കുന്നുവെന്ന് പറയുന്ന ആളുകളല്ല, ഞാൻ അങ്ങനെ ആയിരിക്കുന്നുവെന്ന് അഭിനയിക്കുന്ന ആളുകളല്ല, വാസ്തവമായും അത് അനുഭവിക്കുന്ന ആളുകൾ, അവരെ സംബന്ധിച്ച് അവരൊരു പരമാനന്ദാവസ്ഥയിലാണ് ജീവിക്കുന്നത്. അവർക്ക് രോഗങ്ങൾ വരാനുള്ള സാധ്യതകൾ തുലവും വിരളമാണ്. ഞാനൊരു രോഗിയായിരിക്കുന്നെങ്കിൽ എൻ്റെ മനസ്സും എൻ്റെ ആത്മാവും എത്രയോ പണ്ട് രോഗാതുരമാണ് എന്ന് തന്നെയാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. മനസ്സിൽ സുഖമുണ്ടെങ്കിൽ, ആത്മാവിൽ സുഖമുണ്ടെങ്കിൽ ആ മനുഷ്യൻ രോഗത്തിൽ നിന്ന് പുറത്ത് വന്നിരിക്കും. ഇനി രോഗിയായി തീർന്നെങ്കിൽ പോലും മനസ്സും ആത്മാവും സുഖപ്പെടുന്നിടത്ത് അയാൾ രോഗത്തെ പരാജയപ്പെടുത്തി രോഗത്തെ ജയിച്ചിരിക്കും. ദൈവമക്കളെ, രോഗികളെ സുഖപ്പെടുത്തുവാനുള്ള അധികാരം കർത്താവ് കൊടുക്കുമ്പോൾ കർത്തൃശിഷ്യരായ നമ്മൾ അറിയേണ്ട ഒരു പാഠമുണ്ട്. നമ്മൾ കാണുന്ന സകലരിലേക്കും ദൈവസ്നേഹം നിറച്ചു വച്ചിട്ട് അവരുടെ ഉള്ളിലെ മുറിവുകളെല്ലാം ദൈവസ്നേഹം കൊണ്ട് തലോടി ഉണക്കിയിട്ട് അവരുടെ ആന്തരിക മുറിവുകൾ, മനസ്സിൻ്റെ മുറിവുകൾ, അവർ വേട്ടയാടുന്ന ചിന്തകൾ, അവരനുഭവിക്കുന്ന തിക്തതകളെല്ലാം ദൈവസ്നേഹത്തിൽ പൊതിഞ്ഞില്ലായ്മ ചെയ്തിട്ട് അവരുടെ ഉള്ളിൽ ദൈവസ്നേഹം നിറച്ചിട്ട് അതിൽ നിന്നുടലെടുക്കുന്ന ആനന്ദത്തിലും പരമാനന്ദത്തിലും അവരെ ചേർത്ത് വയ്ക്കാൻ കഴിഞ്ഞാൽ ഏത് രോഗാവസ്ഥയെയും മറികടക്കാൻ മനുഷ്യന് സാധ്യമാകും. പ്രിയപ്പെട്ട ദൈവമക്കളെ, മെഡിക്കൽ സയൻസ് രോഗി മരിച്ചു പോകുമെന്ന് വിധി എഴുതിയിടത്തു നിന്ന് ചില രോഗികളൊക്കെ ആനന്ദത്തോടെ എഴുന്നേറ്റ് വന്നതിൻ്റെ കാരണം അവർ ഉള്ളിൽ സൂക്ഷിച്ച ഈ പരമാനന്ദമാണ്. മെഡിക്കൽ സയൻസിൽ മരുന്നില്ലെന്നൊക്കെ പറഞ്ഞ ചില രോഗത്തിന് അതിൻ്റെ മേൽ ജയമെടുത്ത രോഗിയുടെ മനസ്സിലുണ്ടായ സൗഖ്യമാണ് ഈ രോഗത്തെ മറികടക്കുവാൻ ഒരു രോഗിക്ക് പ്രാപ്തി നൽകിയത്. അതുകൊണ്ട് ഇന്ന് ദൈവസ്നേഹത്തിലൂടെ രോഗിയായിരിക്കുന്നവരിലേക്ക്, രോഗിയാകാനിരിക്കുന്നവരിലേക്ക് സൗഖ്യത്തിൻ്റെ സന്ദേശം പകരുവാൻ നമുക്ക് കടമയുണ്ട്, കർത്തവ്യമുണ്ട് എന്ന് തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഒരുപക്ഷെ അച്ഛൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സന്ദേശം പോലും കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരുടെ ഉള്ളിൽ ഈ സമയത്ത് തന്നെ വലിയ സൗഖ്യത്തിന് നിദാനമായി തീർന്നിട്ട് ഈ നിമിഷത്തിലോ തുടർന്ന് വരുന്ന നിമിഷങ്ങളിലോ ദിവസങ്ങളിലോ അവർ സുഖം പ്രാപിക്കുമെന്നുള്ളതൊരു പരമാർത്ഥമാണ്. ഉള്ളിലെ മുറിവുകളെല്ലാം ഉണങ്ങട്ടെ പ്രിയപ്പെട്ടവരെ. സകല മുറിവുകളും കർത്താവിൻ്റെ സ്നേഹത്തിൽ ചേർത്ത് വെച്ചാൽ അത് അലിഞ്ഞലിഞ്ഞില്ലാതെ പോകും. കർത്തൃസ്നേഹം അവിടെ വന്ന് നിറഞ്ഞ് കവിയും ദൈവമക്കളെ. അതാണ് നമ്മുടെ ജീവിതത്തിൽ വാസ്തവമായും സംഭവിക്കേണ്ടത്. അത് സംഭവിക്കുന്നിടത്താണ് നാം ആത്മീക വിജയം നേടുന്നത്. ഓർക്കുക, അപ്പോൾ അശുദ്ധാത്മാക്കളെ പുറത്താക്കുക, രോഗികളെ സുഖപ്പെടുത്തുക, അത് സകലവിധ ദീനങ്ങളെയും എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. നമ്മളൊക്കെ അത്ഭുതം കാണാൻ ആഗ്രഹിക്കുന്നവരാണ്. അത്ഭുതം കാണുന്നു എന്ന് കണ്ടാൽ അത് ചെയ്തയാളെ ആരാധിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. എന്നാൽ അത്ഭുതം തേടി അലയുകയല്ല, നമ്മളിൽ തന്നെ അത്ഭുതം സൃഷ്ടിക്കുകയാണ് വേണ്ടത്. അത്ഭുതം തേടി അലഞ്ഞു തിരിയുകയല്ല, നമ്മൾ അത്ഭുതം പ്രവർത്തിക്കുകയാണ് വേണ്ടത്. അത് ഇപ്പറഞ്ഞ വഴിയിലൂടെ നമുക്ക് സാധ്യമാകുമെന്ന് തിരിച്ചറിയുക. ആ സാധ്യതകളിലേക്ക് നാം നമ്മെ തന്നെ ആഴപ്പെടുത്തുമ്പോഴാണ് യഥാർത്ഥത്തിൽ നാം കർത്തൃശിഷ്യരായി മാറുന്നത്. വീണ്ടും പ്രിയപ്പെട്ടവരെ, ശിഷ്യത്വത്തിൻ്റെ വലിയൊരു ചുമതലയാണ് ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണി എന്നുള്ളത്. രക്ഷയുടെ സുവിശേഷത്തിൻ്റെ വിളംബരം നടത്തുവാൻ വിളിക്കപ്പെട്ടവരാണ് കർത്തൃശിഷ്യരെന്ന് തിരിച്ചറിയണം. അപ്പോസ്തലന്മാരുടെ തുടർ ജീവിതം നാം പരിശോധിക്കുമ്പോൾ രാജ്യത്തിൻ്റെ സുവിശേഷം യേശു പറഞ്ഞു വെച്ചിടത്ത് നിന്നവർ തുടരുകയാണ്. കർത്താവായി യേശു ക്രിസ്തു സാക്ഷാൽ ദൈവമാണെന്നും അവൻ എപ്രകാരം ലോകത്തെ സ്നേഹിച്ചുവെന്നും അവനെ നൽകുവാൻ തക്കവണ്ണം പിതാവാൻ ദൈവം എത്രത്തോളം ലോകത്തെ സ്നേഹിച്ചുവെന്നും
മാനവകുലത്തിൻ്റെ പരിത്രാണത്തിന് വേണ്ടി ത്രിയേകദൈവം ഒരുക്കിയ രക്ഷാപദ്ധതി എത്ര ശ്രേഷ്ഠമാണെന്നും ആ പദ്ധതി എങ്ങനെ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനിലൂടെ നിവർത്തീകരിച്ച് പൂർത്തിയാക്കിയെന്നും കാര്യകാരണസഹിതം തൻ്റെ ശ്രോതാക്കളെ വ്യാഖ്യാനിച്ച് പഠിപ്പിച്ച് അപ്പോസ്തലന്മാർ അനേകം ആത്മാക്കളെ ദൈവത്തിന് വേണ്ടി ആദായപ്പെടുത്തി. ലോകത്തിന് അനുരൂപമായി പാപത്തിൽ പിടിക്കപ്പെട്ട് ന്യായപ്രമാണത്തിൽ ബന്ധിതരായി പരസ്പരം കൊന്നും തിന്നും ജീവിച്ചവരെ സ്നേഹപ്രമാണത്തിൽ ചേർത്ത് വെച്ച് കാൽവരിയിലെ സ്നേഹത്തിൻ്റെ ആഴം അവരുടെ ഹൃദയാഴങ്ങളിൽ പതിപ്പിച്ച് അവരെ പുതുസൃഷ്ടികളാക്കി ദൈവത്തിന് തിരുമുൽ കാഴ്ചവെച്ച അപ്പോസ്തലന്മാർ. വിളിക്കുകയാണ് അവൻ ഇന്നും ആ ശുശ്രൂഷ ചെയ്യുവാൻ അനേകരെ. ഈ ശബ്ദം കേൾക്കുന്ന സകലരോടും ഈ വിളി ഇന്ന് അവരുടെ കാതുകളിലും അവരുടെ ഹൃദയങ്ങളിലും മുഴങ്ങുകയാണ്. എന്നെ ദൈവം വിളിച്ചില്ല, അതുകൊണ്ട് ഞാനത് കേട്ടില്ല എന്ന് ഇനി ആരും പറയരുത്. സ്നേഹിത സഹോദരി, നിന്നെ യേശു വിളിക്കുകയാണ്. ഈ 21-ാം നൂറ്റാണ്ടിൽ എനിക്ക് ശിഷ്യന്മാരെ ആവശ്യമുണ്ട്. ഈ 2022 എനിക്ക് ശിഷ്യഗണത്തെ ആവശ്യമുണ്ട്, ശിഷ്യകളെ ആവശ്യമുണ്ട്. ഈ പറഞ്ഞ ശുശ്രൂഷകളെല്ലാം ചെയ്യുവാൻ എനിക്ക് വിലപ്പെട്ട കുറേ ആളുകളെ ആവശ്യമുണ്ട്. നിന്നെയും വിളിക്കുകയാണ്. എനിക്ക് വയ്യ എന്ന് പറഞ്ഞ് കൈ കഴുകി പിന്മാറരുത്. എനിക്ക് മനസ്സുണ്ടെന്ന് പറഞ്ഞ് അവനെ അനുധാവനം ചെയ്യാൻ നമുക്ക് കഴിയണം. ഉണ്ടായിരുന്നതെല്ലാം ഉപേക്ഷിച്ചും വെച്ച് കർത്താവിനെ പിൻപറ്റിയ ശിഷ്യന്മാർക്ക് ഈ ലോകത്തൊന്നിനും മുട്ടുവന്നില്ലല്ലോ പ്രിയപ്പെട്ടവരെ. അവർ സുഖലോലുപതയിൽ ജീവിച്ച് കാലം പൂർത്തിയാക്കി എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. അവരുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യവും കർത്താവിൻ്റെ കൃപയും കൂടെയിരുന്നു. കർത്താവ് ചെയ്തതുപോലുള്ള അടയാളങ്ങൾ, അത്ഭുതങ്ങൾ അവരിലൂടെ സംഭവിച്ചു. കർത്താവ് തുടക്കമിട്ട മഹത്വരാജ്യത്തിലേക്ക് ആയിരങ്ങളെ ചേർത്ത് വയ്ക്കാൻ അവർക്ക് ഭാഗ്യമുണ്ടായി. അവരിൽ ഒരാളൊഴികെ ബാക്കി എല്ലാവരും രക്തസാക്ഷിത്വ മരണം വരിച്ചെങ്കിലും അവരിൽ ആരും ഭയപ്പാടോടെയോ പരാതിയോടെയോ അല്ല മരണത്തെ പുൽകിയത്. തികഞ്ഞ ആഹ്ലാദത്തോടെ തങ്ങളെന്തോ വലിയ നിയോഗം പൂർത്തിയാക്കുന്നു എന്ന വലിയ ആവേശത്തോടെയാണ് അവർ മരണത്തെ സ്വീകരിച്ചത്. അവരാരും വിസ്മൃതിയിലായി പോയിട്ടില്ല. അവർ പണിത പണികളൊന്നും പാഴായി പോയിട്ടില്ല. അവർ നേടിയ ആത്മാക്കളൊന്നും നഷ്ടമായി പോയിട്ടില്ല. ദൈവമക്കളെ, അതുകൊണ്ട് ഇന്ന് നമ്മളിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ശിഷ്യത്വത്തിൻ്റെ വില മനസ്സിലാക്കി ശിഷ്യരാകുവാനുള്ള വിളി എനിക്കും കൂടെയുള്ള വിളിയാണെന്നുള്ള ബോധം നമുക്കുണ്ടാകണം. ശിഷ്യരെന്നൊക്കെ പറയുമ്പോൾ നമ്മളാകെ ആ 12 പേരെ കണക്കിൽപ്പെടുത്തിയിട്ടുള്ളൂ. കർത്താവ് വിളിച്ച് വേർതിരിച്ച അപ്പോസ്തലന്മാർ. എന്നാൽ അവർക്ക് ശേഷം വിളിക്കപ്പെട്ട ആളുകൾ എത്ര? എന്നെയും വിളിച്ചിരിക്കുന്നു, നിങ്ങളെയും വിളിക്കുന്നു. അച്ഛൻ ഈ ശുശ്രൂഷ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം ഈ വിളിയുടെ ആഴവും പരപ്പുമൊക്കെ ബോധ്യപ്പെട്ടതുകൊണ്ട് തന്നെയാണ് പ്രിയപ്പെട്ടവരെ. മനസ്സിന് സുഖമില്ലെന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുന്ന ഒരാളോട് അയാൾ പറയുന്ന സങ്കടങ്ങളൊക്കെ ശാന്തമായി ഒന്ന് കേട്ടിരുന്നിട്ട് 10 മിനിറ്റോ 15 മിനിറ്റോ അവരോട് ദൈവസ്നേഹത്തിൽ നിന്ന് സംസാരിക്കുവാനിടയായാൽ മുറിവേറ്റ മനസ്സുമായി, രോഗാതുരമായ മനസ്സുമായി, തളർന്നുപോയ മനസ്സുമായി, നിരാശപ്പെട്ട മനസ്സുമായി ജീവിതം മടുത്ത് കടന്നു വന്ന പലരും പുഞ്ചിരി തൂകിക്കൊണ്ട് ഇനി ജീവിതത്തിൽ എന്ത് സങ്കടം വന്നാലും അത് നേരിടാനുള്ള കരുത്ത് എനിക്കുണ്ടായി, ഞാൻ കർത്താവിൻ്റെ സ്നേഹമറിയുന്നു എന്ന് പറഞ്ഞ് മടങ്ങിപ്പോകുന്നത് കാണുമ്പോൾ സത്യത്തിൽ ചെയ്യുന്ന കർത്തൃ ശുശ്രൂഷ അത് ശിഷ്യത്വത്തിൻ്റെ ശുശ്രൂഷയാണെന്ന് ഉള്ളത്തിൽ ആനന്ദം ഉണ്ടാകുന്നുണ്ട്. ടെലിഫോണിലൂടെയാണെങ്കിൽ പോലും സങ്കടം പറയുന്ന ചിലരോടെങ്കിലും വളരെ താല്പര്യത്തോടെ മറുപടി പറയാനിടയാകുമ്പോൾ അവരത് മനസ്സിലാക്കുന്നു എന്ന് ബോധ്യപ്പെടുമ്പോൾ അവരുടെ മനസ്സ് ശാന്തമാകുന്നുവെന്നും തണുക്കുന്നുവെന്നും അതിൽ പനിമഞ്ഞ് തളിക്കപ്പെടുന്നുവെന്നും അവർ സ്വസ്ഥരാകുന്നുവെന്നും ബോധ്യപ്പെടുമ്പോൾ ഈ ശുശ്രൂഷ തന്നെയാണ് ചെയ്യുന്നതെന്ന് ആത്മാവിൽ ആനന്ദം അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആകയാൽ സ്നേഹിതരെ, യേശു വിളിക്കുന്നു. നിന്നെയും 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 ശിഷ്യരാക്കുവാൻ അവൻ വിളിക്കുന്നു. ഈ വിളി നമുക്കുള്ള വിളിയാണ്. നമുക്കവിടുത്തെ ശിഷ്യരാകുവാൻ നമ്മെ തന്നെ താഴ്ത്തി കൊടുക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഭാഗ്യകരമായ ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം. പാദപീഠത്തിൽ നിൻ്റെ മക്കളെ വിളിച്ച് ചാരത്ത് ചേർത്തിരുത്തി വളരെ മധുരമായി അവിടുന്ന് ഞങ്ങളോട് സംവദിച്ചു കൊണ്ടിരുന്നല്ലോ കർത്താവേ. യേശു വിളിക്കുന്നു. എന്തിനു വിളിക്കുന്നു? ശിഷ്യരാക്കുവാൻ. അതേ, തൻ്റെ ശിഷ്യരാക്കി തൻ്റെ മാറോട് ചേർത്ത് വയ്ക്കുവാൻ. എത്ര മനോഹരമായ ഒരു വിളിയാണ് ഞങ്ങൾ കേട്ടത്. കർത്താവേ, നിൻ്റെ വേല ചെയ്യുവാൻ, നിൻ്റെ നാമത്തിൽ അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാൻ, നിൻ്റെ നാമത്തിൽ രോഗികളെ സുഖപ്പെടുത്തുവാൻ, നിൻ്റെ മഹത്വരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് സുവിശേഷ വേല ചെയ്യുവാൻ, അനേകം ആത്മാക്കളെ നിനക്ക് വേണ്ടി ആദായപ്പെടുത്തുവാൻ,
ഞങ്ങളെയും അവിടുന്ന് വിളിച്ചു ചേർക്കുന്നുവല്ലോ. ഈ വിളി കേട്ടില്ലെന്ന് വയ്ക്കുവാനോ പുറംതിരിഞ്ഞു നിൽക്കുവാനോ ഞങ്ങൾക്കാർക്കും ഇടവരല്ലേ. അവിടുത്തെ കൃപ ഞങ്ങളുടെ മേൽ വ്യാപരിക്കണമേ. ഇന്ന് കേട്ട സന്ദേശം ഞങ്ങളെ ഉത്തരവാദിത്വബോധമുള്ളവരും സമർപ്പിതരുമാക്കി തീർക്കണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾ നിനക്കും ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ.